ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നാം ഓരോരുത്തരും ദിവ്യമായ ആ പരമാത്മാവിൻ്റെ അമൃതസ്യപുത്രന്മാരാണ്. ഉപനിഷത്തുക്കൾ നമ്മെ സംബോധന ചെയ്തിരിക്കുന്നത് അമൃതസ്യപുത്ര എന്നാണ്. അമരത്വത്തിൽ നിന്ന് സംജാതമായ മരിക്കാത്ത മക്കളാണ് നാം ഓരോരുത്തരും. പക്ഷേ നാം എല്ലാം അമരരാണെങ്കിലും മരണത്തിന് വിധേയമാകുന്ന ദേഹത്തോടൊട്ടി നിൽക്കുന്നതിനാൽ നാം മരണത്തിന് വിധേയരുമാണ്. ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക വിദ്യ നാം ആരാണെന്ന പരമസത്യം ബോധിക്കുകയാണ്. നാം ആരാണെന്ന പരമസത്യം നമുക്ക് ബോധ്യമായാൽ നമുക്ക് മരണമെന്ന ഒന്നില്ല. ആ പരമമായ ആനന്ദസ്വരൂപിയാണ് നാം ഓരോരുത്തരും എന്ന പൂർണ്ണാവസ്ഥ നമുക്ക് അനുഭവവേദ്യമാകും. ആ തലത്തിലേക്ക് നാം ഉയർന്നിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നാണ് പറയുന്നത്. കൂടെ നടപ്പുണ്ട് മൃത്യു ഓരോ ശ്വാസനിശ്വാസവും എണ്ണി, കാലം പിഴക്കില്ല രക്ഷണം പോലും കൈത്തലം നേർക്കിങ്ങു നീളും. ഇതാണ് അവസ്ഥ. നമ്മൾ ആ പരമാത്മാവിനെ നിരന്തരം വിചാരം ചെയ്ത് അതായി തീർന്നിട്ടില്ലെങ്കിൽ, അമർത്യാവസ്ഥയെ നാം പ്രാപിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ ഈ പറഞ്ഞതാണ്. എന്താണ്? കൂടെ നടപ്പുണ്ട് മൃത്യു. നിഴൽ പോലെ നമ്മുടെ കൂടെ മരണം നടക്കുന്നുണ്ട്. കൂടെ നടപ്പുണ്ട് മൃത്യു ഓരോ ശ്വാസനിശ്വാസവും എണ്ണി. ഓരോ ശ്വാസവും ഓരോ നിശ്വാസവും എണ്ണിക്കൊണ്ട് മരണം നമ്മുടെ കൂടെ നടക്കുന്നുണ്ട് എന്നതാണ്. കാലം പിഴക്കില്ല രക്ഷണം പോലുമാം. എന്നാൽ അല്പം പോലും കാലം നമുക്ക് നീട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുകയില്ല. കൃത്യമായും ഈ ദേഹമാകുന്ന പഞ്ചരത്തിൽ നിന്നും നാം സ്വതന്ത്രമാകും. അതിനാണ് വാസ്തവത്തിൽ മരണം എന്ന് പറയുന്നത്. ഈ സത്യാവസ്ഥ ബോധിച്ചാൽ ഇത് മരണമല്ല, ഇതൊരു മോചനമാണ് എന്ന് ബോധിച്ച് സന്തോഷിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ആത്മവിദ്യ നാം ആദ്യം സ്വായത്തമാക്കണം. എങ്കിൽ മാത്രമേ ഇത് ഒരു മോചനമായി നമുക്ക് തോന്നുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഭയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതാണ് പറയുന്നത്, കൂടെ നടപ്പുണ്ട് മൃത്യു ഓരോ ശ്വാസനിശ്വാസവും എണ്ണി, കാലം പിഴക്കില്ല രക്ഷണം പോലും കൈത്തലം നേർക്കിങ്ങു നീളും.